നമസ്തേ, ദ വീൽ ഓഫ് ഫോർച്യൂൺ 7 ടാരോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് അറിയൂ? കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനൈറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ എല്ലാവരും ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. 3 ടൈംസ് അവരുടെ നെയിം പറയുക. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്? ഇതൊരു ഡീറ്റെയിൽഡ് റീഡിംഗ് ആയിരിക്കും കേട്ടോ. ബിക്കോസ് നിങ്ങൾ റീഡിങ്സ് കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു യൂസും ഇല്ല എന്നുണ്ടെങ്കിൽ കണ്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ഇൻഫോർമേഷൻസ് എത്ര കിട്ടുന്നുണ്ടാവുമോ അത് നമ്മൾ ചെയ്യുന്നുണ്ടാവും. അത്രയും ഇൻഫോർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ടാവും ഈ റീഡിങ്ങിന്. സോ ഞാൻ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലെറ്റ്സ് പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്? പ്രസൻറ്റ് സിറ്റുവേഷൻ, ഈ ഒരു വ്യക്തി വല്ലാത്ത ബേർഡനിലാണ് ഈ ഒരു ടൈമിൽ ഇവിടെ ഉള്ളത്. വല്ലാത്തൊരു ബേർഡനിലാണ് നിൽക്കുന്നുള്ളത്. ലൈക്ക് മേ ബി ഫാമിലി പ്രഷർ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറയത്തില്ലേ തലയിൽ ഇത്രയും പ്രശ്നങ്ങൾ അങ്ങ് വന്ന് നിൽക്കുകയാണ് എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ തരം എനർജീസിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഈ ഒരു ടൈമിലുള്ളത്. അറ്റ് ദ സെയിം ടൈം ഈ ഒരു വ്യക്തി, ഐ തിങ്ക് ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ കെയർലെസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ലൈക്ക് മേ ബി ഇത് ഇവരുടെ ഫാമിലിയിൽ ഇവർ റെസ്പോൺസിബിൾ ആയിരിക്കില്ല, ഇവനൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിന് ഇവർ റെസ്പോൺസിബിൾ ആയിരിക്കില്ല. ലൈക്ക് ഇവർക്ക് ഇഷ്ടം എന്താണോ ആ ഒരു കാര്യങ്ങളെക്കുറിച്ചിട്ട് അത് ചെയ്ത് ഒരു അവരുടേതായിട്ടുള്ള ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് മാത്രം അങ്ങനത്തെ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഒരു പക്ഷേ അങ്ങനെയുള്ള ഒരു എനർജി ഒരു വ്യക്തിയുടെ ആയതുകൊണ്ട് തന്നെ, കെയർലെസ് ആയിട്ടുള്ള ഒരു എനർജി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വ്യക്തിക്ക് ഒത്തിരിയധികം ബേർഡൻസും സ്ട്രെസ്സും പ്രസൻറ്റ് സിറ്റുവേഷനിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പറയും ഇറസ്പോൺസിബിലിറ്റീസ് ആണ് ഏതൊരു വ്യക്തിയുടെയും എന്താ പറയുക, ഒരു ടൈം വരുമ്പോഴേക്കും ആ ഒരു റെസ്പോൺസിബിലിറ്റി വളരെ തെറ്റായി പോയി, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ നമ്മൾ നടന്നല്ലോ എന്നുള്ള ഒരു എനർജിയിലേക്ക് വരും. അന്ന് കൂടുതലത്തെ ഒരു എനർജീസാണ് ഈ ഒരു വ്യക്തിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. ലൈക്ക് ഇവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട ടൈമിൽ ഇവർ കൃത്യകാര്യങ്ങൾ അതുപോലെ ചെയ്തിട്ടില്ല. ഈ ഒരു ടൈമിൽ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് ഓർത്തിട്ടിരിക്കുന്നുണ്ട്. അത് വല്ലാത്തൊരു ബേർഡനും സ്ട്രെസ്സും ആയിട്ട് ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ. ഈ ഒരു വ്യക്തിയുടെ എനർജീസ് അതാണ്. Eight of Swords and Nine of Swords, Eight of Swords, Nine of Swords, Ten of Wands, Six of Wands and Queen of Wands. ഐ തിങ്ക് നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒത്തിരിയധികം സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ് തിങ്. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ്. ബിക്കോസ് സെൽഫ് ലവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സെൽഫ് ലവ് ആണ്. വേറൊരു എനർജിക്കും നമുക്ക് അത്രയും ഒരു ഹയർ ലെവൽ എനർജിയിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. സെൽഫ് ലവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനേയും അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുമ്പോൾ ഉള്ള ആ ഒരു എനർജി ഉണ്ടല്ലോ, അത് ഒരു വല്ലാത്തൊരു എനർജിയാണ്. ലൈക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യണം. നമുക്കത് പറഞ്ഞ് അറിയിക്കാനായിട്ട് പറ്റാത്തൊരു എനർജീസാണ്. നമ്മൾ ഹയർ ഫ്രീക്വൻസിയിൽ നിൽക്കുമ്പോൾ ആ സെൽഫ് ലവിൻ്റെ ഇൻറ്റൻസ് ലെവലിൽ നിൽക്കുമ്പോൾ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, വാട്ട് എവർ. സോ ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിലാണെങ്കിലും ശരി, എനിക്ക് തോന്നുന്നു ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു റീസെൻ്റ് ആയിട്ട് ഇവരുടെ കൊച്ചിന് എന്തെങ്കിലും ഇവർ മാരീഡ് ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫാമിലിയിൽ ഇവരുടെ കുഞ്ഞിന് എന്തെങ്കിലും വയ്യാഴികയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലായിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വയ്യാഴികയായിട്ട് ഹോസ്പിറ്റൽ കേസുകളിൽ ഇരിക്കുകയായിരിക്കും. ഇവർ ഒത്തിരിയധികം പ്രെയർ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ആ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഫാമിലിയിലുള്ള ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഒരു കെയർ ചെയ്തിട്ടുണ്ടാവില്ല, അവർ ഡിസേർവ് ചെയ്യുന്ന അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു സമയത്ത് അതിന് ആ ഒരു വ്യക്തി റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും അങ്ങനെ ഒരു എനർജി ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റീസിനെ ഏറ്റെടുക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്നുള്ളൊരു തോട്ട്സ്. ഇത് ചില വ്യക്തികളുടെ കറണ്ട് സിറ്റുവേഷനാണ്, നിങ്ങളുടെ പേഴ്സൻ്റെ. എനിക്കതവിടെ ഫീൽ ചെയ്തു, അതുകൊണ്ട് നമ്മളത് പറഞ്ഞാണ്. ഓക്കെ, നമ്മൾ റീഡിങ്ങിലേക്ക് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. കറണ്ട് സിറ്റുവേഷൻസ് ആണ് നമ്മൾ പറഞ്ഞ ഈ ഒരു വ്യക്തിയുടെ. സോ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമാകും. നിങ്ങളുടെ റീഡിങ്സ് ആണോ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമാകുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വല്ലാത്തൊരു, ഇപ്പം ഈ റിലേഷൻ്റെ എനർജീസ് ആണെങ്കിലും ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ റിലേഷനിലൊരു ഗ്രോത്ത് വേണം. പക്ഷേ എങ്ങനെ ആ ഒരു ഗ്രോത്ത് വേണം എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. ലൈക്ക് ആക്ഷൻ എടുത്താലേ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്നറിയാം, പക്ഷേ ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറല്ല. അറ്റ് ദ സെയിം ടൈം ഈ ഒരു വ്യക്തി ആൻസൈറ്റിയിലാണ്, ഡിപ്രഷനിലാണ്. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ ഈ ഒരു ഫേസിൽ വല്ലാത്തൊരു ടെൻഷനിലാണ്. മുന്നോട്ട് ഇനിയിപ്പോൾ എന്താണ് ലിറ്ററലി ഈ ഒരു വ്യക്തി അങ്ങ് എന്താ പറയുക,
ഇവരുടെ തലയിലങ്ങ് മൊത്തത്തിൽ ഈ ഒരു വ്യക്തിക്ക് ഇല്ലാണ്ടായി പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവർ ഈ ഒരു നോ കോണ്ടാക്ട് റൂളിൽ ഇവർ ഇരിക്കുന്നത്. ശരിക്കും ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷേ ഇവർ ആ ടൈമിൽ ഇവർ ഡിവൈനിൽ ഹോപ്പ് വയ്ക്കലല്ലേ, ഇവർ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു എനർജീസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ദൈവം എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതിയായിരുന്നു, എന്തെങ്കിലും ഒരു മിറാക്കിൾസ് നടന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു മിറാക്കിൾസ് നടന്ന് ഈ ഒരു റിലേഷനിൽ ഒരു ഗ്രോത്ത് ഉണ്ടായാൽ മതിയായിരുന്നു, നിങ്ങളായിട്ട് ഈ റിലേഷനിൽ തിരിച്ച് വീണ്ടും റിട്ടേൺ വന്നാൽ മതിയായിരുന്നു എന്ന് ഈ ഒരു വ്യക്തി പ്രെയർ ചെയ്യുന്നുണ്ട്. അറ്റ് ദി സെയിം ടൈം നിങ്ങൾ ഇത്രയും സെൽഫ് ലവ് ചെയ്യുന്നു, നിങ്ങൾ ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജിയിൽ നിങ്ങളിപ്പോൾ എന്തായാലും സെൽഫ് ലവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷേ എന്തായാലും നിങ്ങളിപ്പം ഇവരിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല. ആ ഒരു മെസ്സേജ് എനിക്ക് ക്ലിയർ. കാരണം നേരത്തെ നിങ്ങൾ ചേസ് ചെയ്ത് നടക്കുമായിരുന്നു. ഇവരെന്തൊക്കെ കാണിച്ചാലും നിങ്ങൾ ചേസ് ചെയ്ത് നടക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു ടൈമിൽ നിങ്ങൾ ചേസ് ചെയ്യാതെ നടക്കുകയാണ്. അപ്പം ഇവർ ചിന്തിക്കുന്നത് ഞാൻ പോയല്ലോ, എന്നിട്ടും എന്താ തിരിച്ചു വരാത്ത എന്നുള്ളൊരു തോട്ട്സിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഈ ഒരു ടൈമിൽ ഇരിക്കുന്നത്. ഹീ ഫീൽ ലൈക്ക് നിങ്ങൾ ഒത്തിരിയധികം ചേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടുള്ള ഒരു ഫീലിങ്സ്, ഇമോഷൻസ് എന്തൊക്കെയോ ഏതോ ഒരു ഫേസിൽ ഇവിടെ എൻഡ് ആയിപ്പോയി. അല്ലെങ്കിൽ നിങ്ങളിപ്പം ഈ ഒരു റിലേഷനെ കുറിച്ചിട്ട് ചിന്തിക്കാതെ നിങ്ങളുടെ ലൈഫ് എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത് എന്നാണ് ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ നിങ്ങളുടെ എനർജിയെ പറ്റി ചിന്തിക്കുന്നുള്ളത്. ആ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നുള്ളത്. എഗെയിൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഐ തിങ്ക് ഈ ഒരു റിലേഷനിൽ നിങ്ങൾ മിറർ ചെയ്യുന്നുണ്ടാവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഒത്തിരി മിറർ എനർജീസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ അഭിനയിച്ചിരിക്കുകയാണ്, ലൈക്ക് ഹാപ്പിയാണ് എന്നൊക്കെ അങ്ങനെ. പക്ഷേ അവർ ഹാപ്പി അല്ല. ബിഹൈൻഡ് ദ സീനിൽ പല കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ലൈക്ക് ഇവരുടെ മൈൻഡിൽ ഇവർക്ക് വല്ലാത്തൊരു നിങ്ങളോട് എന്തോ ഒരു തെറ്റ് ഒരു വ്യക്തി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവർ സ്കൂട്ടായി പോയിട്ടുണ്ട് നിങ്ങളുടെ അടുത്തു നിന്ന്. അപ്പം അത് ഏറ്റവും വലിയൊരു തെറ്റായി ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈമിൽ റിയലൈസ് ആവുകയാണ്. ലൈക്ക് ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു മിസ്റ്റേക്സ് ആണ് ഈ ഒരു റിലേഷന് വേണ്ടി എഫോർട്ട് എടുക്കാതിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു കണക്ഷനിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തു പോയത്, അത് ഏറ്റവും വലിയൊരു തെറ്റായി എന്നാണ് ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നുള്ളത്. ഓക്കെ, സോ ഒരു എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. മനുഷ്യർ മിസ്റ്റേക്സ് ചെയ്യുന്ന സമയത്താണ് റിയലൈസ് ചെയ്തത്. സോ അതുപോലത്തെ എനർജീസാണ് ഈ ഒരു വ്യക്തിക്കും ഉള്ളത്. ശരിക്കും ഇവർ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നിങ്ങളുള്ള സമയത്ത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വലിയ തലവേദനയാണെന്നായിരിക്കാം മേ ബി ചിന്തിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ടൈമിൽ ഇവർ ചിന്തിക്കുന്നത് ഇല്ലാത്ത ടൈമിലും ഈ ഒരു വ്യക്തിക്ക് വല്ലാത്തൊരു ടെൻഷനും ബേർഡനുമാണ്. നേരത്തെ നിങ്ങളുള്ള ടൈമിൽ എത്രയും ബേർഡനും സ്ട്രെസ്സും ആണോ നിങ്ങളോട് സംസാരിക്കാതിരിക്കുമ്പോഴും അത്രയും വലിയൊരു ബേർഡനും സ്ട്രെസ്സും ഈ ഒരു വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് ഇവരുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. ഇവർ മാരിഡ് ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫാമിലി പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു വ്യക്തി പോകുന്നത്. ലൈക്ക് ഫാമിലി അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ ഇങ്ങോട്ട് പോകും. ഇവർ ഫാമിലി പറയുന്ന അല്ലെങ്കിൽ ഇവരുടെ വൈഫ് പറയുന്ന രീതിക്ക്, അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു മദറോ വല്ലതും കാണുമായിരിക്കും, മദറായിരിക്കും റൂൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എനർജി അവരുടെ റൂൾസും റെഗുലേഷൻസും അനുസരിച്ചിട്ടാണ് ഈ ഒരു വ്യക്തി അവിടെ നിൽക്കുന്നത്. ഇവർ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തി അങ്ങോട്ട് പോകുന്നുണ്ടാവും, ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്നുണ്ടാവില്ല. ഈ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി. ഇവർ ശരിക്കും നിങ്ങളുടെ പുറത്ത് മനസ്സിലാക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഫാമിലിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എപ്പോഴും ഈ ഒരു വ്യക്തി ജീവിച്ചിട്ടുള്ളത്. ഇതിപ്പം എന്ത് തരത്തിലുള്ള കണക്ഷൻ ആണെങ്കിലും, മേ ബി നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്ക് ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രായമായിട്ടുള്ളൊരു ലേഡി ഉണ്ടാവാം, ഒരു പക്ഷേ ഇയാൾക്ക് അമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ആരുടെയെങ്കിലും വീട്ടിൽ കോഴിയുണ്ടോ? പൂവൻ കോഴി എനർജീസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പൂവൻ കോഴി ഉള്ളതുപോലെ തോന്നുന്നു. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് കോഴി ഫാം ഉണ്ടായിരിക്കാം. സോ എനിക്കറിയില്ല, അങ്ങനത്തെ ഒരു എനർജീസ് വന്നു, അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. ഇനി ഇത് വെച്ചിട്ട് ട്രോളല്ലേ. ഓക്കെ, സോ അങ്ങനത്തെ എനർജീസൊക്കെ എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വല്ലാത്തൊരു എന്താ ഇവിടെ ഗ്രീൻ കളർ വളരെയധികം എനിക്ക് മേ ബി തോന്നുന്നു നിങ്ങൾ ഗ്രീൻ കളർ ഡ്രസ്സ് ആയിരിക്കും ഇട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാഴ കൃഷി എന്തെങ്കിലും ഉണ്ടാവാം, അല്ലെങ്കിൽ റീസെൻ്റായിട്ട് വാഴ വെള്ളം ഉണ്ടായിരിക്കാം. വാഴ റിലേറ്റഡ് ആയിട്ട്, കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ കാര്യങ്ങൾ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. സംതിങ് ഇസ് റിലേറ്റഡ് ടു വാഴ. നിങ്ങൾ വാഴയാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. സോ ആ ഒരു എനർജീസ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഐ തിങ്ക് ഓക്കെ 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 ഐ അണ്ടർസ്റ്റാൻഡ്. നമുക്ക് കുറച്ച് ക്ലാരിറ്റി നോക്കാം.
റിബൽ. ഇവർക്ക് നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളുടെ ഈ റിലേഷന് വേണ്ടിയിട്ട് ഇവർ എഫോർട്ട് എടുക്കാത്തൊരു എനർജിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ റിലേഷനിൽ ഇവരുടെ ഫാമിലി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ട്രഡീഷൻസ് അല്ലെങ്കിൽ പഴയ കാലത്ത് ആ ഒരു കാര്യങ്ങളെ ആ ഒരു ചങ്ങലെ ബ്രേക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണ്. ആ ഒരു പഴയ റൂൾസിനെയും റെഗുലേഷൻസിനെയും ബ്രേക്ക് ചെയ്യണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുകയാണ്. എപ്പോഴും എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് ജീവിക്കേണ്ടത്, അല്ലാതെ ഫാമിലി പറയുന്ന രീതിക്കുള്ള ഒരു എനർജിയിലല്ല ഞാൻ നിൽക്കാനുള്ളത്. എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളൊരു അങ്ങനത്തെ ഒരു എനർജീസാണ് ഈ ഒരു വ്യക്തിക്ക് ഇവിടെ ഉള്ളത്. ശരിക്കും ആ ഒരു റിബലൻ്റ് എനർജീസാണ്. ആ ഒരു എനർജീസിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുകയാണ്. ഓക്കെ, സോ അതാ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയും ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഏപ്രിൽ മന്ത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏപ്രിൽ മന്ത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ ആ ഒരു പഴയ പാറ്റേൺസിനെ ഒക്കെ ബ്രേക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഈ റിലേഷനിലുള്ള പഴയ പാറ്റേൺസ് ഒരു പക്ഷേ ഇവർക്കിപ്പോൾ നിങ്ങളുടെ വേർത്ത് മനസ്സിലാവുകയാണ്. കാരണം ഇവരെന്തൊക്കെയോ ഒത്തിരി അധികം ആലോചിച്ച് കൂട്ടുന്നുണ്ട്, ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പഴയ ആ ഒരു പാറ്റേൺസിനെ ആ ഓവർ തിങ്കിങ്ങിനെ ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷനെ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനെ ഇതുവരെ ഇവരുടെ ഫാമിലിയൊക്കെ സമ്മതിക്കാത്തതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ മാരേജ് നടക്കാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവർ ഫാമിലി എന്തോ ഇവരുടെ ആ ഒരു റിബൽ മീൻസ് സംതിങ് എന്തോ അവരുടെ മൈൻഡിലുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളായിരിക്കാം, പഴയ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഓൾഡ് ചിന്താഗതി ഉണ്ടാവും. അല്ലെങ്കിൽ റിലേഷനെ കുറിച്ചിട്ട് അയാൾ എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ച് വെച്ചിട്ടുണ്ടാവും. അതിനെ ആ ഒരു പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആളുടെ മനസ്സിലുള്ള എന്ത് തോട്ട്സ് ആണോ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ടുള്ളത്, നെഗറ്റീവായിട്ടുള്ള ആ ഒരു തോട്ട്സിനെ ബ്രേക്ക് ചെയ്ത് ലെറ്റ് ഗോ ചെയ്ത് ഈ ഒരു കണക്ഷനിലേക്ക് വീണ്ടും വരാൻ ആഗ്രഹിക്കണം. എന്തുകൊണ്ട് വീണ്ടും വരാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മെയിൻ റീസൺ ഈ ഒരു കാർഡാണ്. ലൈക്ക് ഈ ഒരു വ്യക്തിക്ക് ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ കൂടെ ഉള്ള ആ ഒരു ടൈമിലാണ്. കാരണം ഈ ഒരു ടൈമിൽ നിങ്ങളില്ലാത്ത ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എനർജിയിലാണ്. ശരിക്കും ഇവരെന്തൊക്കെയോ ഓവർ തിങ്ക് ചെയ്ത് ഈ ഒരു എനർജിയിലാണ് ഇവരിവിടെ നിൽക്കുന്നുള്ളത്. അപ്പം ഈ ഒരു എനർജി ലിറ്ററലി ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല, മനസ്സിലായോ? സോ അതുകൊണ്ട് തന്നെ എന്താണ് ഇവർ ഈ ഒരു കണക്ഷനിൽ ഈ ഒരു എനർജിയിൽ നിന്ന് വെളിയിൽ വന്നിട്ട് ഈ ഒരു എനർജിയിലേക്ക് ആവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു കംപ്ലീഷൻ്റെ ഫോമിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സോ ഈ ഒരു കംപ്ലീഷൻ വേണം എന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? ലെറ്റ് ഗോ ചെയ്യണം. ഈ ഓൾഡ് പാറ്റേൺസിൽ ലെറ്റ് ഗോ ചെയ്യുമ്പോഴാണ് ഇവിടെ ഒരു കംപ്ലീഷൻ കിട്ടുന്നുള്ളത്. നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിക്ക് ഒരു പ്രൊവൈഡർ ആവാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് പറ്റുന്നുള്ളത്. സോ ഈ ഒരു പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്യണം എന്നാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുള്ളത്. സോ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പഴയതുപോലല്ല, പുതിയൊരു രൂപത്തിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ലൈക്ക് നേരത്തെ ഈ റിലേഷൻ എങ്ങനെയാണോ ആ ഒരു റിലേഷനിൽ നിന്ന് ട്രാൻസ്ഫോം ആയിട്ട് ഇവർ വരണം എന്ന് ആഗ്രഹിക്കുന്നത്. പഴയ പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്ത് ന്യൂ സ്റ്റാർട്ട് നിങ്ങളുമായിട്ട് സംതിങ് സ്റ്റേബിൾ ആയിട്ടുള്ളത് നിങ്ങളുടെ കൂടെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്. സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഓഫർ ചെയ്യണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുകയാണ്. സോ അവർ എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യുന്നുള്ളത് കേട്ടോ. 10 ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവർ നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളിതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് കോംപ്രമൈസ് ചെയ്ത് നിങ്ങളുമായിട്ട് വീണ്ടും കണക്റ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഐ തിങ്ക് ഈ ഒരു വ്യക്തി ഇവരുടെ സിസ്റ്റേഴ്സിനോടോ അല്ലെങ്കിൽ ബ്രദറൊക്കെ ഉണ്ടെങ്കിൽ ഇവർ നല്ല കമ്പനി ആയിരിക്കാം, ഫാമിലിയിലുള്ള മെമ്പേഴ്സും ഒക്കെ ആയിട്ട്, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് കസിൻസൊക്കെ ആയിട്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോടായിരിക്കാം നിങ്ങളുടെ കാര്യം ഷെയർ ചെയ്യുന്നുണ്ട്. ആരോ ഒരാൾ ഈ ഒരു വ്യക്തിയെ ഗൈഡ് ചെയ്യുന്നുണ്ട്. നീ ഒരു റിലേഷനെ കോംപ്രമൈസ് ചെയ്യുക, എന്തിനാ ഇത്ര സ്ട്രെസ്സിലിരിക്കുന്നത്, പോയി കോംപ്രമൈസ് ചെയ്ത് സംസാരിച്ച് ഈ ഒരു കണക്ഷനെ സെറ്റാക്ക്, ഓക്കെ ആക്ക്. പഴയ മിസ്റ്റേക്സ് ഒക്കെ സംഭവിച്ചു, ആ മിസ്റ്റേക്സ് ഒക്കെ റിലീസ് ചെയ്തിട്ട് വീണ്ടും ഈ ഒരു കണക്ഷനെ ന്യൂ ഫോമിലേക്ക് കൊണ്ടുപോകാം, ന്യൂ എനർജിയിലേക്ക് ഈ ഒരു കണക്ഷനെ കൊണ്ടുപോകാം. വീണ്ടും ഈ ഒരു കണക്ഷനെ സംതിങ് സോളിഡ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് കൊണ്ടുപോകാം. വീണ്ടും ഈ ഒരു കണക്ഷനെ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആ ഒരു വ്യക്തി ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു ഗൈഡൻസിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വ്യക്തി ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കുമ്പോൾ ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം ശരിയാണ്, ഈ ഒരു വ്യക്തിയുടെ ഭാഗത്താണ് മിസ്റ്റേക്സ് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഓൾഡ് പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു ഷിഫ്റ്റ് കാണാൻ പറ്റുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഡിഫറൻസസ് ഉണ്ട്. എന്തൊക്കെ ഡിഫറൻസസ് ഉണ്ടെങ്കിലും ഓൾറെഡി നമ്മൾ പറയത്തില്ലേ, ദൈവം ഒരാളെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയൊക്കെ ഡിഫറൻസസ് ഉണ്ടെങ്കിലും ദൈവം യൂണിയൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ യൂണിയൻ എന്തായാലും നടക്കും. സോ നിങ്ങൾ വറീഡ് ആവേണ്ട, ആരോ ഇവിടെ ഡിഫറൻസസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മാരേജ് ഒന്നും നടക്കാത്ത സ്റ്റക്കായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളായിരിക്കാം. നിങ്ങൾ ആ ഒരു സങ്കടത്തിലിരുന്നായിരിക്കാം ഈ റീഡിങ് കാണുന്നുള്ളത്. ഡോണ്ട് സ്ട്രെസ് യുവർ സെൽഫ്. നിങ്ങൾക്ക് ഇതിൽ ജസ്റ്റിസ് കിട്ടും, നിങ്ങൾക്ക് യൂണിവേഴ്സ് ജസ്റ്റിസ് തരും. കാരണം ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തന്നെ ഈ ഒരു വ്യക്തി വരും. എത്രയൊക്കെ ഡിഫറൻസസ് ഉണ്ടെങ്കിലും, നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും, എത്രയൊക്കെ പ്രോബ്ലംസ് ഫാമിലി ആയിട്ടുണ്ടെങ്കിലും, എന്തൊക്കെ ഇഷ്യൂസും എത്രയൊക്കെ ഡിഫറൻസസ് ഉണ്ടെങ്കിൽ പോലും, നിങ്ങൾ യുണീക്ക് ആണെങ്കിൽ പോലും, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാണെങ്കിൽ പോലും
ഇവിടെ ദൈവമായിട്ട് വിചാരിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങളെന്നുള്ളൊരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തിക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുള്ളത്. സോ ഇത് നിങ്ങളുടെ മാരേജ് ആണെങ്കിലും എന്താണെങ്കിലും ഇത് നടക്കുന്നുണ്ടാവും. ഡിവൈനായിട്ട് അതിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് തരുന്നുണ്ടാവും. ഡിവൈൻ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഡിവൈൻ പവർ ഏതാണോ ഒരു ഡിവൈൻ പവർ നിങ്ങളുടെ കൂടെ പ്രൊട്ടക്ടറായിട്ടുണ്ട്. സോ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, ബിലീവ് ചെയ്യുക ഒരു ഡിവൈൻ പവറിനെ. വീണ്ടും എന്താ പറയുക, ആ ഒരു നിങ്ങൾക്ക് ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾ റിസീവ് ചെയ്യുക. എന്താ പറയുക, ഐ റിസീവ് എന്ന് പറഞ്ഞ് കമ്മിറ്റ് ചെയ്യുക. ഈ ഒരു എനർജി റിസീവ് ചെയ്യുക. നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവും ലൈക്ക് ഞാൻ ഒത്തിരി പ്രേയേഴ്സ് ചെയ്യുന്നുണ്ടല്ലോ എന്നിട്ട് ഒരു ചേഞ്ചസും ഉണ്ടാവുന്നില്ല സിറ്റുവേഷൻ എന്നൊക്കെ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സങ്കടത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങളത് കാണുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പ്രൊട്ടക്ടർ എപ്പോഴും ഉണ്ട്, നിങ്ങളുടെ ക്രിയേറ്റർ എപ്പോഴും ഉണ്ട്, യൂണിവേഴ്സ് എപ്പോഴും ഉണ്ട്. ഇവിടെ സംതിങ് ഈസ് റിലേറ്റഡ് ടു അർദ്ധനാരീശ്വര. എനിക്ക് തോന്നുന്നു ചിലരൊക്കെ ഇവിടെ അർദ്ധനാരീശ്വര ശിവനും പാർവതി ഫാമിലിയുടെ വലിയ ബിഗ് ഫാനാണ്. അല്ല അർദ്ധനാരീശ്വര സങ്കല്പം എന്നുള്ളൊരു എനർജിയിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം, അവിടെ പ്രെയർ ചെയ്യുന്ന ആളുകളായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ആ അർദ്ധനാരീശ്വര ഫോട്ടോസ് ഉണ്ടാവാം. സോ ഐ തിങ്ക് ആരുടെയൊക്കെയോ വീട്ടിലിവിടെ ഇന്നനിയാങ്ങിൻ്റെ ഫോട്ടോസും ഉണ്ട്. ഓക്കെ, പ്രിൻറ്റ് ചെയ്ത് ആരോ ഇന്നനിയാങ്ങിൻ്റെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. സോ എനിക്കതും ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ജേണി വളരെ ടഫാണ്. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ജേണി വളരെ ടഫാണ്, മുന്നോട്ടേക്ക് എനിക്ക് പോകാൻ പറ്റില്ല, എനിക്കിതിലൊരു സക്സസ് കിട്ടത്തില്ല എന്നൊക്കെ ഉള്ളൊരു തോട്ട്സ് നിങ്ങൾക്ക് വരുന്നുണ്ടാവും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ എല്ലാ ഹാർഡ്ഷിപ്പിനും അവസാനം നമ്മൾ പറയും എല്ലാ ബുദ്ധിമുട്ടിൻ്റെയും അവസാനം നമുക്കൊരു എന്താ പറയുക ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. നിങ്ങൾ എത്രമാത്രം ഈ റിലേഷന് വേണ്ടിയിട്ട് കരഞ്ഞിട്ടുണ്ടോ, എത്രമാത്രം നിങ്ങൾ ഈ റിലേഷന് വേണ്ടിയിട്ട് എഫോർട്ട് എടുത്തിട്ടുണ്ടോ അതിൻ്റെ ഫലം ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻകംപ്ലീറ്റ് ആണ്, നിങ്ങൾക്ക് ആരുമില്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഡിവൈൻ പോലും നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല, യൂണിവേഴ്സ് പോലും നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല, നിങ്ങളുടെ പ്രാർത്ഥന പോലും ദൈവം കേൾക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയം ഉണ്ടാവാം. ആ ഒരു സമയമാകുമ്പോൾ കറക്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഫേവറിന് നടക്കുന്നുണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിൽ, സ്ട്രെസ്ഡ് ആവാതിരിക്കുക. ഓക്കെ, സോ എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും ഇപ്പം നിങ്ങൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ റിലേഷനിൽ അയാൾ അങ്ങനെ ചെയ്തു, അവരങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞതൊക്കെ നിങ്ങൾക്കുള്ള ഒരു കർമ്മയായിരുന്നു, നിങ്ങൾ റിലീസ് ചെയ്തു. കർമ്മ എപ്പോഴും നമുക്ക് കർമ്മഫലമായിട്ട് തന്നെ അത് നമുക്കുള്ള പെയിൻ, ചില കർമ്മകളൊക്കെ റിലീസ് ചെയ്യുന്നത് നമ്മളുടെ പെയിനിലൂടെയാണ്, നമ്മൾ കരയുന്നതിലൂടെ ആയിരിക്കും നമ്മുടെ കർമ്മ റിലീസ് ചെയ്യുന്നത്. അല്ല നമുക്കൊരു പെയിൻ കിട്ടുമ്പോഴായിരിക്കും നമ്മുടെ കർമ്മ റിലീസ് ചെയ്യുന്നത്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമാസൊക്കെ കുറേ റിലീസ് ചെയ്തു. ഇനിയിപ്പോൾ ആ ഒരു പഴയ കാര്യങ്ങളെ ചെകഞ്ഞ് പിടിച്ച് അതിനെക്കുറിച്ച് ഓർത്തോർത്തോർത്ത് നിങ്ങൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ കളയേണ്ട ആവശ്യമില്ല. ഫോർഗീവ് ചെയ്യാനുള്ളൊരു ഗൈഡൻസ് ആണ് ഇവിടെ. ഫോർഗീവ് ചെയ്യുക, ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഫേവറിന് എല്ലാ കാര്യങ്ങളും വരും. സോ ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പിനെസ് ഈസ് ദി കീ ടു സക്സസ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും നിങ്ങൾ ആ ഒരു പാസ്റ്റിൽ ക്ലിങ് ചെയ്ത് നിൽക്കുകയാണെന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. സോ അങ്ങനെ നിങ്ങൾ പാസ്റ്റിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാസ്റ്റിനെ നിങ്ങൾ റിലീസ് ചെയ്ത് കളയാനാണ് ഡിവൈൻ പറയുന്നത്. ഓക്കെ, പാസ്റ്റിൽ എത്രമാത്രം നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നു നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പാടായിരിക്കും. സോ പാസ്റ്റിൽ സ്റ്റക്കായിട്ട് നിൽക്കാതെ, ഇത് വളരെ ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ് പാസ്റ്റിൽ സ്റ്റക്കായിട്ട് നിൽക്കാതെ മുന്നോട്ടേക്ക് പോകുക എന്നുള്ളത്. അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പക്ഷേങ്കിലും അതൊരു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അഡ്വഞ്ചർ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ബട്ട് അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ, നിങ്ങളുടെ ഡിസയർ എന്താണോ അത് നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്ത് കിട്ടും. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്ത് കിട്ടും. ലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും അതിന് ക്ഷമ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ഷമയില്ലാതെ നമുക്കൊരു കാര്യങ്ങളും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അതുപോലെ തന്നെ ലൈഫിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടേക്ക് എല്ലാത്തിനെയും ഇതാക്കിക്കൊണ്ട് പോകാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഓക്കെ, സോ നമുക്ക് ലാസ്റ്റായിട്ടൊരു ഗൈഡൻസ് നോക്കാം. ഐ ഹോപ്പ് നിങ്ങൾക്ക് റീഡിങ് യൂസ്ഫുൾ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നുള്ളത്. നോട്ട് ദി റൈറ്റ് ടൈം എന്നുള്ള ഗൈഡൻസ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു ടൈം നിങ്ങൾക്ക് റൈറ്റ് ടൈം അല്ല. സോ ഫോർഗീവ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർഗീവ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർഗീവ്നെസ് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫോർഗീവ്നെസ് ആണ്. സോ ഫോർഗീവ് യുവർ സെൽഫ്, ഫോർഗീവ് ദാറ്റ് പേഴ്സൺ, ഫോർഗീവ് ദ പീപ്പിൾസ് ദാറ്റ് ഹേർട്ട്സ് യു. നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുള്ള മനുഷ്യരോട് ഫോർഗീവ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും തിരിച്ചു വരും. പക്ഷെ തിരിച്ചു വരുന്ന സമയത്ത് ചൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇറ്റ്സ് അപ് ടു യു. ആ ഒരു ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ മേ ബി 2 ഓപ്ഷൻസ് ഉണ്ടാവാം. അതിന് സെലക്ട് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ ഫീൽ ചെയ്യാം എനിക്കിത് വേണ്ടേം താനും,
എനിക്കിതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു തോട്ട്സ് നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ അത്രയും ഹീൽഡ് ആയിട്ടുണ്ടാവും, അത്രയും ഈ ഒരു വ്യക്തി വേണ്ട, ഞാൻ എന്നിൽ തന്നെ കംപ്ലീറ്റഡ് ആണ് എന്നുള്ളൊരു എനർജിയിൽ നിങ്ങൾ നിൽക്കുമ്പോഴായിരിക്കും ഒരു വ്യക്തി തിരിച്ചു വരുന്നത്. എന്ന് വെച്ചാൽ വലിയ ലോങ് ടൈം ഒന്നുമല്ല, നമ്മൾ സെൽഫ് ലവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരും വേണ്ടെന്ന് തോന്നും. ഒരു വ്യക്തികളും നമ്മുടെ ഇൻഫ്ലെയിം പോലും നമുക്ക് വേണ്ടെന്ന് തോന്നും. അത്രയും അതാണ് സെൽഫ് ലവിൻ്റെ പവർ എന്ന് പറയുന്നത്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും എത്ര ഇൻറ്റൻസ് എന്ന് വെച്ചാൽ സെൽഫ് ലവ് ചെയ്യുമ്പോൾ നമ്മൾ ഡൗൺ ആവില്ലെന്നല്ല, ഡൗൺ ആവും, നമ്മൾ മനുഷ്യരല്ലേ. പക്ഷെ എന്നാലും ഭയങ്കരമായിട്ടും ഹയർ ഒരു എനർജി ആയിരിക്കും. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഭയങ്കര ടഫായിരിക്കും. ഇൻസൈഡ് അവർ ഹെഡിനകത്ത് വളരെ ടഫായിരിക്കും. ടക്കെന്ന് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് വെളിയിൽ വരുന്നുണ്ടാവും, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഓക്കെ, സോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഹിറ്റ് ദി ബെൽ ഐക്കൺ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. വീഡിയോസ് യൂസ്ഫുൾ ലൈക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുന്നവർക്ക് വേണ്ടിയിട്ട് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച്.